ഹലോ, ആസിഫ് മലയാണ്. നമ്മൾ ഇന്നുള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന്, ഇവിടുത്തെ ചോക്ലേറ്റ് അടിപൊളിയാണ്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞെങ്കിൽ സ്വിസ് മേഡിൻ്റെ ഒരുപാട് വാച്ചുകൾ, അപ്പോൾ അതൊക്കെയാണ് സ്വിസ്സിൻ്റെ പ്രത്യേകത. പിന്നെ മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് സ്വിസ്. അപ്പോൾ സ്വിസ്സിൻ്റെ ഇന്ന് ഞാനെടുത്ത ലിൻഡ് എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ മുമ്പിലാണ്, ഹോം മെയ്ഡ് ചോക്ലേറ്റുള്ള ഫാക്ടറി. അപ്പോൾ ഇന്ന് നമ്മൾ തുടക്കം തന്നെ ഇവിടെയാണ്. ഇതിൻ്റെ അകത്ത് പോകാനുണ്ട്. ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ് അല്ല ഒരുപാട് അടിപൊളി നമ്മൾ കാണാത്ത സാധനങ്ങൾ കാണിക്കാനുണ്ട് നിങ്ങൾക്ക്. ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ചോക്ലേറ്റിൻ്റെ ഉത്ഭവം എവിടുന്നതൊക്കെ നമുക്ക് പറയാം. എന്തായാലും അടിപൊളിയായിരിക്കും നമ്മുടെ സ്വിസ്സിൻ്റെ ഇന്നത്തെ വീഡിയോസ്. അതുപോലെ തന്നെ നമുക്ക് കേബിൾ കാറിൽ പോകാനുണ്ട്, പല സ്ഥലങ്ങളിൽ പോകാനുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് അകത്ത് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാം. നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നുള്ളത് നമ്മളെ പ്രിയ സുഹൃത്ത് ഡോക്ടറാണ്. ഓക്കെ, നമ്മുടെ ഡോക്ടർ ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ഡോക്ടർ ഇർഷാദ് അലി, പെരിന്തൽമണ്ണ വർക്ക് ചെയ്യുന്നു. ഡെർമറ്റോളജിസ്റ്റാണ്, സ്കിന്നിൻ്റെ ഡോക്ടറാണ്. അതെ, നമുക്ക് ഒരു ഫ്രീ ആയിട്ട് കുറേ സാധനമൊക്കെ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇൻഷാ അല്ലാഹ്. ഡോക്ടറെ ഫുൾ ഫാമിലി ഉണ്ട്. ഇന്നലെ നമ്മളെ വൈൻഡ് അപ്പ് വീഡിയോയിൽ ഡോക്ടറെ മകനാണ് വീഡിയോ എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു ഇയാളെ ഉപ്പാനെ കാണിക്കാനുണ്ട്. ഇത് നമ്മളെ ലിൻഡ് ചോക്ലേറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള നമ്മളെ തടാകമാണ്, അതായത് സ്വിസ് ലേക്ക്. അടിപൊളിയാണ്. പക്ഷേ ഇത് ഈ ഒരു തണുപ്പും അതുപോലെ തന്നെ ആ ഒരു സുഖം അത് വേറെ തന്നെയാണ്, വേറെ ലെവലാണ്. ഒരിക്കലും നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു തടാകം. പ്രത്യേകിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വന്നതാണ്. ആക്ച്വലി ഞങ്ങളിപ്പോൾ 9:45 ടൈമായത്രേ. 10 മണിക്കാണ് നമ്മളെ ഇത് തുറക്കുന്നുള്ളത്, നമ്മളെ ഈ ചോക്ലേറ്റ് ഫാക്ടറി. അതുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലം കാണാൻ പറ്റി. ആക്ച്വലി ഇത് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കും ഭയങ്കര ക്രൗഡൊക്കെ ഉണ്ടാവും. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആൾക്ക് വളരെ കുറവാണ്. ഓക്കെ, പക്ഷെ നല്ല രസമുണ്ട്. ഈ ഒരു തടാകത്തിൽ നിന്നും നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു വില്ലേജ് കാണാൻ തന്നെ എന്തൊരു രസമാണ്. നമ്മൾ ഈ പോസ്റ്റ് കാർഡിലൊക്കെ കണ്ടിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള വില്ലേജുകൾ, ഇങ്ങനെ തടാകത്തിൻ്റെ സൈഡിലുള്ള വില്ലേജുകളൊക്കെ. പക്ഷെ അതൊക്കെ നേരിട്ട് കാണാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇച്ചിരി കൂടുതലാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. എന്തായാലും നമ്മൾക്ക് ഇത്ര രാജ്യങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രാജ്യം ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, അത് നമ്മൾ ഈ ഒരു സ്വിറ്റ്സർലാൻഡാണ്. ഇന്ന് നമുക്ക് പോകുന്നുണ്ട് നമ്മളെ ഇത് ഏറ്റവും മുകളിലേക്ക്, അതായത് നമ്മളെ കാറിൽ കൂടി പോകുന്നത്. ഏത് കാറ്? നമ്മൾ കേബിൾ കാറിൽ കൂടിയിട്ട് പോകുന്നുണ്ട്. അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാനൊക്കെ ഉണ്ട്. അടിപൊളിയായിരിക്കും, സംശയം വേണ്ട. അതൊക്കെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ നേരെ കൊക്കോ ഫാക്ടറീൻ്റെ അകത്ത് കയറിയല്ലേ നമ്മളെ, അല്ലേ? ഫാക്ടറീൻ്റെ അകത്ത് കയറി നമ്മളെ ഇതാ കാണുന്നില്ലേ? ചോക്ലേറ്റ് ഫാക്ടറിൻ്റെ മ്യൂസിയത്തിലാണ് നമ്മളുള്ളത്. ലിൻഡ് ചോക്ലേറ്റ് അറിയാത്തവർക്ക് ആരും ഉണ്ടാവില്ല, അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയാൽ നിങ്ങളത് കണ്ട പോലെ തന്നെയാണ്. ഓക്കെ, അടിപൊളി അല്ലേ? ഇത് എങ്ങനെയാണ് ലിൻഡ് ഒരു ചോക്ലേറ്റ് വന്നതെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് ഈ ഒരു മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 20 സ്വിസ് റുപ്പീസാണ് ഇത് കയറാനുള്ളത് കേട്ടോ. അൺലിമിറ്റഡ് ആണല്ലേ? ആയിക്കോട്ടെ. എന്താ ഇനി ഇന്ന് നാളത്തേക്കൊന്നും ഭക്ഷണം വേണ്ട വരല്ലോ, അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയാ. എന്തായാലും ഞാനൊന്ന് കഴിച്ചോക്കട്ടെ. ഡോക്ടർ എങ്ങനെയുണ്ട്? ആ മോളെ, ഇത് 3 ടൈപ്പ് ചോക്ലേറ്റ് അല്ലേ? ഇത് വൈറ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് നോക്കി നോക്കാം, അല്ലേ? ബെർദേട്ടാ, നമ്മളെ ബെർദേട്ടനാണ് ഇന്ന്. ഇതൊന്ന് സെറ്റാക്കി മോളെ.
ഇത് വൈറ്റ് ചോക്ലേറ്റ്, ലിൻഡ് വൈറ്റ് ചോക്ലേറ്റ് കാണുന്നുണ്ടോ? ഇവിടെ വാ, ചോക്ലേറ്റ് കാണുന്നോ? ലിൻഡ് വൈറ്റ് ചോക്ലേറ്റ്. യപ്പ, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതേ നമ്മളെ ഏതാണ്? മിൽക്ക് ചോക്ലേറ്റ്. വാ നമുക്ക് മിൽക്ക് തന്നെ ടെസ്റ്റ് ചെയ്തത്. വെറുതെ വാ, മിൽക്ക് ടെസ്റ്റ് ആക്കാനുണ്ട്. ഞാൻ ഒന്ന് മിൽക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ. നീ ഒന്ന് വലിച്ചു തരുമോ? ഇത് അൺലിമിറ്റഡ് അല്ലേ ഡോക്ടറെ? എത്ര വേണം കഴിക്കട്ടെ? മതി മുത്തേ, മതി. കാണുന്നുണ്ട്, അടിപൊളി. എന്നെ ഒന്നുകൂടി നോക്കാനുണ്ട്. ഇതേതിടാ സാധനം? ഇതേത്? അത് ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ്. വാ, ഡാർക്ക് ചോക്ലേറ്റ്. എക്സ്ക്യൂസ് മീ, താങ്ക് യു. ഏതാ കാണുന്നുണ്ടോ? ഇങ്ങോട്ട് വരൂ. ഡാർക്ക് ചോക്ലേറ്റ് സൂപ്പർ. നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയായിരുന്നു ഇത്. നമുക്കിത് 3 മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചെങ്കിലേ. ഇതൊന്ന്, അതുപോലെ തന്നെ ഇതൊന്ന് മിക്സിങ്. എക്സ്ക്യൂസ് മീ, താങ്ക് യു. ഓക്കെ, 3 മിക്സിങ്. വാവ്, ചോക്ലേറ്റ് ഇത് കഴിയുന്നില്ല. ഇനിയും ഒരുപാട് ചോക്ലേറ്റ് ടേസ്റ്റ് ആക്കാനുണ്ട്. ഓരോന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നുള്ളത്. ഓക്കെ, ഏതാ ഇതൊരു തുടക്കം മാത്രമാണ്. ഇവിടെയും ഒരുപാട് ചോക്ലേറ്റ്സ് കാണാൻ പറ്റും. ഓക്കെ, വേണ്ട എത്ര ചോക്ലേറ്റ് എടുത്തിട്ട് പോവാം. കിട്ടുന്നില്ലേ ഡോക്ടറെ? ഇത് നമ്മൾ ഡോക്ടർ തന്നെയാണ്. ഡോക്ടറെ ഒന്ന് പരിചയപ്പെടോ? പറഞ്ഞാൽ മതി. 2 ഡോക്ടർമാർ ഫാമിലിയാണ്. പിന്നെ നമ്മളെ പിന്നെ നല്ലൊരു ഒരു രക്തബന്ധം എന്ന നിലയിലേക്ക് നമ്മൾ മാറിപ്പോയല്ലേ. 32 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അല്ലേ? ഇവരും പീഡിയാട്രിക് തന്നെയാണ്, ഇവരും ഡോക്ടർ തന്നെയാണ്. 2 മലപ്പുറത്തല്ലേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്? ഗൈനക്കാട്, തിരൂരല്ലേ? നിങ്ങളും അതേ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ഡോക്ടർ? മലപ്പുറം, തിരൂർ. ആ, ഇൻഷാ അല്ലാ നമ്മളിപ്പോൾ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവിടെ വിടാം, ആൾക്കാരുണ്ടെങ്കിൽ. ഓക്കെ, ഉണ്ടാവാതിരിക്കട്ടെ, തീർച്ചയായും. ആ തീർച്ചയായും, അതെ. ഇത് നമ്മളെ ഉമ്മതാ, നമ്മളെ ഡോക്ടറെ ഞാൻ പരിചയപ്പെടുത്തിയ ഡോക്ടറിൻ്റെ ഉമ്മാണ്. ഞാൻ സംസാരിച്ചോ? അല്ല, ഇത് ഞാൻ ബ്ലോഗിങ് ആണ്. ആ, എങ്ങനെയുണ്ട് ട്രിപ്പ്? നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയല്ലോ നമുക്ക്. കിട്ടി ഇൻഷാ അല്ലാ. അപ്പോൾ കാസർഗോഡ് വരാണെങ്കിൽ നമ്മളെ ജ്വല്ലറിക്ക് വരാം, കൂടാണ്ട് വീട്ടിലേക്ക് വരാം, കണ്ണൂർ വരാം, കുറേ സ്ഥലങ്ങൾ കിട്ടി. ആ ആ അതെ, മണ്ണാർക്കാട്. നമ്മൾ കാസർഗോഡ് നിങ്ങളെ മോളിൻ്റെ ആരും മകളാരും ഇല്ലേ? മംഗലാപുരത്തുണ്ട്. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. നമുക്ക് ചോക്ലേറ്റ് തുടക്കം കുടിക്കാമായിരുന്നു. ഒരെണ്ണം വന്ന്. ഇതെന്ത് ഓറഞ്ചാ? ഇത് ഓറഞ്ച് കേട്ടാ. ഇവിടെ ഉണ്ട്. ഇതേത്? പൈനാപ്പിൾ. ആ, ബാഗ് എടുക്കാൻ നേരാ. സോറി ബ്രോ. ഓക്കെ, അടിപൊളി. ഇത് നമ്മളെ ഡോക്ടർ മോൻ, ഇന്നലെ നമ്മളെ വൈൻഡപ്പ് വീഡിയോൻ്റെ ആള്. ഇവന് കാരണമാണ് നമ്മൾ ഇവിടെ എത്തിയത് അല്ലേ? അതെ. ആ ഓക്കെ, കഴിഞ്ഞോ? നിങ്ങൾ ഡോക്ടർമാർ എത്ര പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. ഇപ്പോൾ എനിക്ക് കയറാൻ പോകുന്നത്.
നമുക്കിന്ന് നെക്സ്റ്റ് കൗണ്ടർ. ഹലോ ഹൗ ആർ യു? ഹായ്. നിങ്ങൾ കാണുമ്പോൾ ഒരു സായിപ്പിനെ പോലെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച സായിപ്പായിരിക്കും. പിന്നെയാണ് എനിക്ക് ആളെ പിടി കിട്ടിയത്. ആണല്ലേ? അതാണ് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായിരുന്നു. അയ്യോ, നിങ്ങളാ? അത് വെളിച്ചത്ത് നോക്കിയതാ. ആള് പുളിയാണ്. നമ്മളെ തൃശ്ശൂരിലത്തെ പിന്നെ പുപ്പുലിയാണ്. ഓക്കെ, ഇതാ ഇത് പെമ്പുലിയാണ്. പുള്ളിന്റെ എങ്ങനെ ഇത്രക്ക് കിട്ടിയാ? എങ്ങനെ അത്? ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് അടുക്കുന്നുള്ള ഓക്കെ. അടുത്ത സെക്ഷന് എത്ര വേണമെങ്കിൽ ചോക്ലേറ്റ് ഇരുന്ന് എടുത്തിട്ട് പോവാം നമുക്ക്. ഓക്കെ, അടിപൊളി ചോക്ലേറ്റ് ചേട്ടാ. ഓക്കെ, യെസ്. ഹായ് രാജു. ആ, ഏതാ എനിക്ക് ഇതേതാ രാജു? സ്ട്രോബെറി എങ്ങനെയാണ് നോക്കിയേ? ആയിക്കോട്ടെ, നമുക്ക് അൺലിമിറ്റഡ് കഴിക്കാല്ലേ? എത്ര പണം കഴിക്കാം നോക്കട്ടെ. യെസ്, കാണുന്നില്ലടാ. ആളെ യെസ്. വാവ്. ആ, ഞാനിങ്ങനെ നോക്കുന്നത്. ഞാൻ എങ്ങനെ നിന്നെ നോക്കുന്നറിയോ? ഇങ്ങനെ. എങ്ങനെയുണ്ട്? എനിക്ക് അപ്പോൾ കരച്ചിൽ മാറുമല്ലോ. നീ കാരണമാണ് നമ്മളിവിടെ എത്തിയത്. നന്ദി പറയണ്ട, ആ ഡ്രൈവറിൻ്റെ നന്ദി പറഞ്ഞു. അവര് നീ കാരണം നീ കരഞ്ഞിട്ടില്ലെങ്കിൽ ഡ്രൈവറോട് എത്തിക്കില്ലല്ലോ. ആക്ച്വലി ഉണ്ടല്ലോ, ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരാൾ $20 കൊടുത്തിട്ടാണ് നമ്മൾ അകത്ത് കയറുന്നുള്ളത്. അതാണ് ഞാൻ അവനോട് പറഞ്ഞത് നീ കാരണം അവന് നിർബന്ധമായിരുന്നു എന്തായാലും ഇവിടെ കയറണം. ഇത് അടിപൊളി സ്ഥലം, ഇതെങ്ങനെ വരണം. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത് എത്തിയത്. ഓക്കെ, എന്തായാലും അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മൾ വന്നതിന് നമുക്ക് ഗുണമായി. കാരണം 20 സീസിൽ നമുക്ക് എത്രയോ ചോക്ലേറ്റ്സ് കഴിക്കാൻ, എത്രയോ ചോക്ലേറ്റ്സ്. അടിപൊളി. വാഹു, സൂപ്പർ. യൂട്യൂബ്. ഹലോ, യുവർ ഫ്രം? ചോക്ലേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളിതിൻ്റെ പുറത്തേക്ക് വന്നേട്ടാ. ചോക്ലേറ്റിൻ്റെ പുറത്തേക്ക്. അപ്പോൾ പുറത്തുള്ളത് ഇനിയും കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. ഓക്കെ, ഇത് ക്യൂ കണ്ടില്ലേ? ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് സംഭവം എന്ന് പറഞ്ഞാലേ, ഇവിടെ നമ്മളിപ്പോൾ ടിക്കറ്റ് വാങ്ങിയായിരുന്നല്ലേ, ഈ ഒരു ടിക്കറ്റ് ഇത് നമ്മൾ സ്കാൻ ചെയ്യാനുള്ളതാണ്. സ്കാൻ ചെയ്താൽ നമുക്ക് ഒരു ഫ്രീ ചോക്ലേറ്റ് കിട്ടും. അടിപൊളി ചോക്ലേറ്റ് അല്ലേ? എന്ത് കിട്ടുന്നത്? ഉണ്ടിയ? അങ്ങനത്തെ ഉണ്ടിയ? ഇത് ഇങ്ങനത്തെ ഉണ്ടിയ? ഇതാണ് നമ്മളെ ടിക്കറ്റ്. ഈ ടിക്കറ്റിൻ്റെ ഇവിടെ സ്കാനർ ഉണ്ട്. ഈ സ്കാനർ നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കിക്കോ. ഇവിടെ സ്കാൻ ചെയ്യുന്നു. യെസ്, സ്കാനാക്കി. അങ്ങനെ ഇതാ ബോൾ വന്നില്ലേ? അവൾ നോക്കുന്നുണ്ട് ബോൾ വരുന്നത്. എന്താ കറക്റ്റ് ബോൾ അതിലേ കൂടി പോയി. എന്നിട്ട് ഇതാ ഇവിടെ വന്ന് ബോൾ കണ്ട. ബോൾ ഇതവിടെ കാണുന്നുണ്ടോ പോകുന്നത്? ഇങ്ങനെ ബോൾ വന്ന് ഇതിലേക്ക് വന്ന് അവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തി. ഇങ്ങനെ വന്നിട്ട് യെസ്, നോക്കിക്കോളൂ. ചോക്ലേറ്റ് ഇതെവിടെ നോക്കിക്കോ. ചോക്ലേറ്റിൻ്റെ ബോൾ ഇവർക്ക് കിട്ടി. ഇനിതാ അവൾ താഴേക്കിടും. കാണുന്നുണ്ടോ? താഴേക്കിട്ട്. യെസ്, താഴെ കിട്ടിയതാ. എടുക്കാല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ ഇതിൻ്റെ ചോക്ലേറ്റ് നോക്കാല്ലേ? സൂപ്പർ, അടിപൊളി, ഒരു ക്രീമി. നമ്മൾ ചോക്ലേറ്റിൻ്റെ താഴേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വലിയ ഷോപ്പുണ്ട്, ചോക്ലേറ്റ് വിൽക്കുന്ന ഷോപ്പുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ പോയേക്കാം. വരുന്നിട്ടാ, ടൈമില്ല. ഇതാണ് ഷോപ്പ് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ചോക്ലേറ്റ് കണ്ടില്ലേ? ഈ സാധനം ഇതെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാം. നമുക്ക് ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന നോക്കിയാൽ ഞങ്ങൾ പാക്കിങ്. ഓക്കെ,
ഓക്കെ. ഇതാണ് ചോക്ലേറ്റിൻ്റെ ഔട്ട്ലെറ്റ്. ഓക്കെ. അങ്ങനെ ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എത്രയായത്? 70 റിയാലല്ല, US നമ്മൾ സ്വിസ് എമൗണ്ട് ഏകദേശം 78 രൂപ, അങ്ങനെ 78 സ്വിസ് ഡോളേഴ്സ് എന്തോ വന്ന്. എന്നാലും അടിപൊളിയായിരിക്കും, നമുക്ക് നോക്കാം. ഓക്കെ. ഇത് കുറേ വാങ്ങിയല്ലേ. നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്ന പുതിയൊരാൾ. നമ്മൾ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി നേരെ ബസ്സിൽ കയറി കേബിൾ കാറിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. ഇതാണ് മെയിൻ നമ്മളെ ഇവിടെ ഇന്നത്തെ ദിവസം മെയിനായിട്ട് പോകാനുള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസം നാളെ ആയിരിക്കും നമ്മൾ പോകുന്നുള്ളത്. കഴിയുന്നത് ഇന്ന് ഇവിടെ ആയിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം. അങ്ങനെയുള്ള സ്ഥലം തന്നെയാണ്, സംശയം വേണ്ട അതിൽ. നിങ്ങൾ ഈ പോകുന്ന റൂട്ട് തന്നെ നോക്കി നോക്കി നിങ്ങൾ. എന്താ രസമല്ല, ഈ 2 സൈഡ് കാണുന്ന ഫുൾ മഞ്ഞ് മലയാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ടിറ്റ്ലിസ് മൗണ്ടനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൽപ്സില് നിങ്ങൾ തന്നെ പറയണത് ടിറ്റ്ലിസ് മൗണ്ടനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ബേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഏംഗൽബർഗ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഫുൾ പ്രോപ്പർ അട്ടയറാണ് ഇനി അങ്ങോട്ട് നീങ്ങുന്നത്. ഇതിപ്പോ നമ്മൾ ആൽപ്സിലെത്തി. ആൽപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, യൂറോപ്പിലെ ലെവല് വേറെയാണ് ഇവിടെ. ഓക്കെ. ഇതാ നമുക്ക് ഇതിൽ പോകാനായിട്ട് മുകളിലേക്ക്. ഓക്കെ. ചുറ്റും മഞ്ഞ് മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. കണ്ടില്ലേ, മഞ്ഞ് മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഇത് പറയാനില്ല. സോ വെരി ബ്യൂട്ടിഫുൾ. നമ്മളിങ്ങനെ ഫിലിമിലെല്ലാം കണ്ടിട്ടുണ്ടാവല്ലേ, അവിടെ നമ്മൾ തന്നെ വരാമെന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു കാഴ്ചയാണിത്. നമ്മളെ മിസ്റ്റർ ഭരതൻ നോക്കി വീഡിയോയിൽ എടുക്കുന്നുണ്ട്. ഭരതൻ, മിസ്റ്റർ ഭരതൻ. കണ്ടില്ലേ, സൂപ്പറല്ലേ. നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നേരെ മുകളിൽ കയറും. മുകളിലാണ് നമുക്ക് ഇന്ന് ഫുഡ്. എവിടെ? മലൻ്റെ മുകളിൽ. ഓക്കെ. അത് പിസ്സ കഴിക്കണമെന്നൊന്ന് പ്ലാനുള്ളത്, നോക്കട്ടെ. ഓക്കെ. ഇന്നത്തെ പരിപാടി ഭയങ്കരമായിരിക്കും. നോക്കിയാൽ ഇതിൽ കണ്ട ഇങ്ങനെയൊക്കെ. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവല്ലോ. ഒരു ഹെലികോപ്റ്റർ പോകുന്ന കാണുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടാവല്ലോ. ഇതാ ഹെലികോപ്റ്റർ. ഇത് കണ്ടെങ്കിൽ ഇത് മഞ്ഞ് മൂടി നിൽക്കുന്നതാണ്. മഞ്ഞ് മൂടിയതാണ് കേട്ടോ. പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട്. ഏയ് ഏയ് എറി എറിഞ്ഞ ഇങ്ങോട്ടേക്ക് എറിഞ്ഞ. ത്രോ. എനിക്കൊന്ന് തന്നെ ഐസ് തന്നെ. ഇങ്ങോട്ട് താടാ. എടുത്തതാ ഐസ് എടുത്തതാ. എന്നാ പിടിച്ചോ. എന്നാ നിനക്കായി. അടിപൊളിയാണ് അല്ലേ? അടിപൊളിയാണോ? നല്ല രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അങ്ങോട്ട് ഫുള്ള് മഞ്ഞ തന്നെ കേട്ടാ. വാഹു സൂപ്പർ. തണുപ്പടിക്കാൻ തുടങ്ങി. നമ്മൾ ഫുൾ പാക്കായി, അതായത് ഫുൾ പാക്കായിട്ട് നമ്മളിനിപ്പോൾ ക്യൂ നിൽക്കുകയാണ് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. ഇതാ കേബിൾ കാറിൽ കൂടിയിട്ട് നമ്മൾ മുകളിലേക്ക് പോകും. മുകളിൽ കണ്ടേക്കണം അന്നുണ്ടല്ലേ, അതിൻ്റെ വീടൊക്കെ എടുത്ത് തരാം. വരുന്നിട്ട് അകത്ത് കയറിയാ ഫുൾ പാക്കായി മൂപ്പന്. ഓക്കെ. പിന്നെ എല്ലാവരും കയറുന്നുണ്ട്, നോക്കിക്കോളി.
കേബിൾ കാറിൽ കയറി നമ്മളിതാ പോകുന്നുണ്ട്. ഓക്കെ, കേബിൾ കാറിൽ കയറിയിട്ട് പോകുന്നുണ്ട്. വണ്ടി വരട്ടെ, വണ്ടി വരട്ടെ, വണ്ടി വരട്ടെ. ഓ ആ ഓ ഓ ഓക്കെ ഓക്കെ, ഹാപ്പി ജേണി, ഹാപ്പി ജേണി. ഓക്കെ, ആ നിങ്ങൾ ലെവൽ മാറും. യെസ്, കേബിൾ കാർ കയറിയിരിക്കുകയാണ്. കേബിൾ കാറിൽ നമ്മൾ കയറി മഞ്ഞ് കാണുന്ന താഴെ മഞ്ഞ് മലയുടെ മുകളിൽ കൂടി. നോക്കേ എങ്ങനെയുണ്ട് നോക്കൂ. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞെങ്കിൽ സൂപ്പർ. കണ്ടില്ലേ? വാവ് വാവ്, അടിപൊളിയാട്ടാ. എന്തുകൊണ്ട് സൂപ്പർ തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, ഇന്നത്തെ ഒരു പ്രത്യേകത പറയുന്നത്. സാധാരണ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകാറുണ്ട്. ഇന്ന് ഞാൻ തനിച്ചാണ്, ഒറ്റക്കാണ് ഈ ഒരു കാറിലുള്ളത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാം, നല്ല പോലെ സംസാരിക്കാൻ പറ്റും. സാധാരണ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയേണ്ടി വരും. ഓക്കെ, ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മല കാണുന്നുണ്ടല്ലേ, നല്ല രസമുണ്ട്. എന്തായാലും സ്വിറ്റ്സർലാൻഡ് വന്നാൽ ഈ കേബിൾ കാർ യാത്രയൊക്കെ ഒന്ന് ആസ്വദിക്കണം മക്കളെ. ഓക്കെ, അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ പൊളി തന്നെയാണ്. ഓക്കെ, നിങ്ങളതാ മുകളിൽ പോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ പോയിട്ടാണ് ഇന്ന് ഫുഡ് വരെ നമുക്ക് ഇന്ന് മുകളിൽ നിന്നാണ്. ഓക്കെ, താഴെ വീട് കാണണ്ട, വീട് നോക്കിയേ, താഴെ വീട് നോക്കി നിങ്ങൾ, കാറും വീടൊക്കെ നിങ്ങൾ നോക്കി. ഞാൻ ഒന്ന് സൂം ഇട്ട് തരാം. ഓക്കെ, ഇതാ വീട്. ഇത്ര മുകളിലാണ് നമ്മളുള്ളത്. ഇതാ ഇത്ര മുകളിലാണ് നമ്മളുള്ളത്, മനസ്സിലായല്ലേ? ഓക്കെ, മലനെ നമ്മൾ സൂം ആക്കി നോക്കിയാൽ. ഓക്കെ, നമ്മൾ ഇന്നാണ് നമ്മൾ 15 Pro Max യൂസ് ആയത്. അവിടെ ഒരു തടാകം കണ്ടേ നിങ്ങൾക്ക്? ഓക്കെ, വെള്ളമാണ് അതായത്. ഇതെന്ത് മഞ്ഞാവാത്തേ? അത് മഞ്ഞ് വിട്ട് കണ്ടെങ്കിലേ എന്താ രസല്ലേ. കാശുണ്ടെങ്കിൽ നിങ്ങൾ യാത്രക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഇത്തിരി ഭാഗമെങ്കിൽ മാറ്റി വെക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഞാൻ ചിലവാക്കുന്നുള്ളത് എന്തിനു വേണ്ടിയിട്ട്? യാത്രക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആണ് അങ്ങനെ ഒരു 2-3 വർഷം ഇങ്ങോട്ടേക്കാണ് ഞാൻ അങ്ങനെ ഇതിനോട് അത്ര താല്പര്യം വന്നത്. നിങ്ങൾക്കറിയാം, എൻ്റെ ഒരുപാട് വീഡിയോസ് പല മേഖലകളിൽ പോയിട്ടുള്ള, അതായത് ഇന്തോനേഷ്യക്ക് പോകാനുണ്ട് ഇൻഷാല്ല, മലേഷ്യ, തായ്ലാൻഡ്, അതുപോലെ ഖത്തർ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇൻഷാല്ല, പോകും എന്തായാലും. അപ്പോൾ മറക്കണ്ട, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ഓട്ടെ, നോക്കിയതാ, ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലേ? അങ്ങനെയുണ്ട്, സൂപ്പറാണ് കേട്ടോ, സൂപ്പർ. എന്തായാലും കുറച്ച് മുകളിലെത്തിയിട്ട് അവിടെ ലെവൽ 2 തോന്നുന്നു ഇറങ്ങേണ്ടത്. നമുക്ക് എന്തായാലും നമ്മളെ അവിടെ ചോദിച്ചു നോക്കാം. ഓക്കെ, താഴെ കാണുന്നുണ്ട് നിങ്ങൾക്ക്? താഴെ ഓക്കെ, വീടൊക്കെ ഉണ്ട് താഴെ. ഇതൊക്കെ താമസമുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. സ്വിറ്റ്സർലാൻഡ്, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടൽ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമുണ്ട്, മൂന്നാറിന്. അതുപോലെ തന്നെ കാസർഗോഡ് വരുമ്പോൾ പറയും നമ്മളെ റാണിപുരം ഉണ്ടല്ലോ, അതിന് പറയും കാസർഗോഡത്തെ സ്വിറ്റ്സർലാൻഡ്, അല്ലെങ്കിൽ കാസർഗോഡത്തെ ഊട്ടി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഊട്ടിയിൽ പോയെന്ന് പറയാം ഇന്ത്യൻ്റെ സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ അതേപോലെ തന്നെയാണ് യഥാർത്ഥ സ്വിറ്റ്സർലാൻഡ്. ഇതാണ് സ്വിറ്റ്സർലാൻഡ്, കണ്ടല്ലേ? വാഹോ, എന്തൊരു ഒരു മഞ്ഞിൻ ലോകം, ഒരു വൈറ്റിൻ്റെ ലോകമായിട്ട് എനിക്ക് തോന്നുന്നത്. വെള്ളക്കല്ലിൻ്റെ ഒരു ലോകം. ഓക്കെ, അതിങ്ങനെ പൂഴി ഉണ്ടല്ലോ മണലിൽ, നമ്മളെ കടലിൽ നിന്ന് കിട്ടുന്ന പൂഴി ഇങ്ങനെ കൂട്ടിയ പോലെയാണ് ഉള്ളത് ഫുള്ള്. നോക്കിയാൽ ഇങ്ങനെ ഞാനിപ്പോൾ ഒരു ചുറ്റുള്ളൊരു വീഡിയോ എടുത്തിരുന്നു. എനിക്ക് നോക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ട് നോക്കുന്ന. ഓക്കെ, എന്താ അല്ലേ? വാവ്,
സൂപ്പർ. ഹലോ വ്യൂസ്, ഞാൻ ഇപ്പോൾ ലെവൽ 2ലേക്ക് പോകുന്നുള്ളത്. എന്തായാലും അടിപൊളി സ്ഥലം തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അങ്ങനെയാണുള്ളത്. ഇപ്പോൾ ലെവൽ ഫസ്റ്റിൽ നിന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്ക്. അപ്പോൾ അവർ കൂടി കയറി. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നുകൂടി ഇങ്ങനെ നോക്കിക്കോളെ. അടിപൊളി നോക്കിയേ. ഇനിയും 3-4 ലെവലിലേക്ക് ഇനിയും പോകാനുണ്ട്. നമ്മളെ ഫുഡ് കഴിക്കാനുള്ളത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. നമ്മളിത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ ഇത് നമ്മളൊരു ഫുഡ് കോർട്ടാണ്, കണ്ടില്ലേ. അടിപൊളിയുണ്ട് ഇവിടെ, ഭക്ഷണമൊക്കെ സൂപ്പറാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ മുകളിൽ പോകുന്നുണ്ട്. അങ്ങനെ താഴെ ഒരു കാഴ്ച കാണുന്നുണ്ട്. ഓക്കെ, വർക്ക് നടക്കുന്നുണ്ട്. ഒരു കാഴ്ച കാണാനുണ്ട്. നേരെ ഇനി 4th ലെവലിൽ പോവാം. 4th ലെവലിൽ എന്തുണ്ടെന്ന് നോക്കാം. പനോരമ ലോഡ്ജ്, സെൽഫി യൂണിവേഴ്സ്, എന്ത് നോക്കാതെ. ഫോട്ടോ സ്റ്റുഡിയോ Like he asks me, like this is only in the kitchen. ഇതാ നമ്മളിതാ സ്നോയിലേക്ക് പോകുന്നുണ്ട്. പരിചയമായിട്ടാ ഫോട്ടോ സ്റ്റഡി ആയിട്ട് തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കിയേ. സ്കിഡ് ചെയ്യും പരിചയട്ടാ. സ്കിഡാവും ക്യാറായിക്കോ. വാവ്, എന്തത് മഞ്ഞുമല, യഥാർത്ഥ മഞ്ഞുമല കണ്ടില്ലേ. എന്താണിത്. വാവ്, വാട്ട് എ ബ്യൂട്ടി. വാവ്, ദിൽവാലെ ദുനിയ ലേ ജായേഗി. ദിൽവാലെ ദുനിയ ലേ ജായേഗി അല്ലേ. DDLJ ആ ഷൂട്ടിംഗ് ചെയ്ത സ്ഥലമാണ് ഇത്. കണ്ടില്ലേ, പ്രത്യേകം ഇവിടെ വെച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ തടുത്ത് വരുന്ന സ്ഥലത്ത് ആസിഡ് മാളിക തണുത്ത് കിടക്കുന്നു. നോക്കൂ. വാഹു, വാട്ട് എ ബ്യൂട്ടി. വാഹു. സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഭരതട്ടാ ക്യാറാക്കോ, സ്കിഡാവും. ഓ മേരെ, ഒന്നിങ്ങനെ അറിയറല്ലോ അങ്ങനെ. വാവ്, സൂപ്പർ. നോക്കിയതാ താഴെ നോക്കിയോ. മഞ്ഞുമല എടാ. സൂപ്പർ. ദമ്മുണ്ട് വരുന്നേട്ടാ. നമ്മളങ്ങനെ ഇവിടുന്ന് മടങ്ങിയിരിക്കുകയാണ് കേട്ടോ. മടങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിൽ പോകും. അതിന് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇൻഷാ അല്ലാ നാളെ ഞങ്ങളിന് നേരെ പുതിയ സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.